IT നഗരമായ ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ആയിരക്കണക്കിന് മലയാളി യാത്രക്കാർക്ക് ആശ്വാസകരമായ വാർത്തയാണ് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് പുറത്തുവരുന്നത്. ബംഗളൂരു എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കപ്പാസിറ്റി ഇരട്ടിയാക്കാൻ റെയിൽവേ ബോർഡ് ഔദ്യോഗികമായി ഉത്തരവിട്ടു. നിലവിൽ 8 കോച്ചുകളുമായി ഓടുന്ന വന്ദേ ഭാരതിൽ സീറ്റുകൾ ലഭിക്കാതെ വെയിറ്റിംഗ് ലിസ്റ്റ് കടുപ്പമായിരുന്ന അവസ്ഥയ്ക്കാണ് ഇതോടെ പരിഹാരമാകുന്നത്. 8 കോച്ചുകളിൽ ലഭിച്ചിരുന്ന ആകെ 530 സീറ്റുകളിൽ നിന്ന് കോച്ചുകളുടെ എണ്ണം 16 ഉയരുന്നതോടെ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം 1128 ആയി കുത്തനെ വർദ്ധിക്കും. വരാനിരിക്കുന്ന ഓണാഘോഷവും തുടർന്നുള്ള അവധിക്കാലങ്ങളും പ്രമാണിച്ച് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച ഉടൻ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് 100 കടന്ന സാഹചര്യത്തിലാണ് റെയിൽവേയുടെ ഈ അടിയന്തര ഇടപെടൽ. വാരാന്ത്യങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാദുരിതം വിവരണാതീതമാണ്. പ്രൈവറ്റ് ബസ്സുകളിലെ അമിത ചാർജ് വർധനയും മറ്റു ട്രെയിനുകളിലെ മാസങ്ങൾക്ക് മുമ്പേ തീരുന്ന ടിക്കറ്റുകളും കാരണം വലഞ്ഞിരുന്ന മലയാളികൾക്ക് വന്ദേ ഭാരത് വലിയൊരു ആശ്രയമായിരുന്നു. എന്നാൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന 8 കോച്ചുകൾക്ക് പലപ്പോഴും ആവശ്യക്കാർക്ക് തികഞ്ഞിരുന്നില്ല. റെയിൽവേ ബോർഡിന്റെ പുതിയ തീരുമാനത്തോടെ ഓണത്തിന് നാട്ടിലേക്ക് വരാനും തിരിച്ചു പോകാനും പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, IT ജീവനക്കാർ, മുതിർന്ന പൗരന്മാർ എന്നിവരെ ഉൾപ്പെടെയുള്ളവർക്ക് കൺഫേംഡ് ടിക്കറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. വെയിറ്റിംഗ് ലിസ്റ്റിൽ കഴിയുന്ന വലിയൊരു വിഭാഗം യാത്രക്കാരുടെ ടിക്കറ്റുകൾ വരും ദിവസങ്ങളിൽ കൺഫേം ആകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ അറിയിക്കുന്നു. പുതിയ 16 കോച്ചുകളുള്ള വന്ദേ ഭാരത് റേക്ക് അടുത്ത ആഴ്ചയോടെ തന്നെ പാളത്തിലിറങ്ങും. നിലവിലുള്ള സർവീസ് സമയത്തിലോ സ്റ്റോപ്പുകളിലോ മാറ്റമൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പുതിയ സർവീസ്. കൂടുതൽ എക്സിക്യൂട്ടീവ് ചെയർ കാറുകളും സ്റ്റാൻഡേർഡ് ചെയർ കാറുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ യാത്രക്കാർക്ക് കൂടുതൽ സുഖകരവും വേഗതയേറിയതുമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ സാധിക്കും. റൂട്ടിലെ യാത്രാ ആവശ്യകത നിരന്തരം വിലയിരുത്തിയ ശേഷമാണ് ദക്ഷിണ റെയിൽവേ ബോർഡ് ഈ സുപ്രധാന നീക്കം നടത്തിയത്. ബംഗളൂരുവിലെ IT വ്യവസായ മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായ ലക്ഷക്കണക്കിന് മലയാളികളാണ് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ പ്രതിദിന തിരക്ക് കണക്കിലെടുക്കുമ്പോൾ റെയിൽവേ സർവീസുകൾ പലപ്പോഴും പര്യാപ്തമായിരുന്നില്ല. ഓണം, വിഷു, ക്രിസ്മസ്, ഈദ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും വാരാന്ത്യങ്ങളിലും പ്രൈവറ്റ് ബസ് ലോബികളുടെ അമിത ചാർജ് ഈടാക്കൽ നിരയാകേണ്ടി വന്നിരുന്ന പ്രവാസി മലയാളികൾക്ക് വന്ദേ ഭാരത് വലിയൊരു അനുഗ്രഹമായിരുന്നു. എങ്കിലും വെറും 8 കോച്ചുകൾ മാത്രമുണ്ടായിരുന്നതുകൊണ്ട് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച മിനിറ്റുകൾക്കകം തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആകുന്ന സ്ഥിതിയായിരുന്നു. റെയിൽവേ ബോർഡിന്റെ പുതിയ ഉത്തരവോടെ ഇതിന് ശാശ്വത പരിഹാരമാണ് ഉണ്ടാകുന്നത്. സീറ്റുകൾ വർദ്ധിക്കുന്നതോടെ ടിക്കറ്റ് കൺഫേം ആകാനുള്ള സാധ്യതയും കൂടും. വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസവും ട്രെയിൻ നിലവിലെ സമയക്രമത്തിൽ തന്നെ സർവീസ് നടത്തും. സ്റ്റേഷനിൽ എത്തിയ ശേഷം മെട്രോയോ ടാക്സി ഉപയോഗിച്ച് യാത്ര പ്ലാൻ ചെയ്യാം. ഉത്സവകാലത്തെ തിരക്ക് നിയന്ത്രിക്കാനും യാത്രക്കാർക്ക് പ്രീമിയം യാത്രാനുഭവം നൽകാനുമാണ് ഈ മാറ്റം ലക്ഷ്യമിടുന്നത്. സീറ്റുകൾ ലഭ്യമാകുന്നുണ്ടോ എന്നറിയാൻ റെയിൽവേ ആപ്പ് ഇടയ്ക്കിടെ പരിശോധിക്കുക. പുലർച്ചെ ബുക്ക് ചെയ്യുന്നത് സീറ്റുകൾ ലഭിക്കാൻ കൂടുതൽ സഹായിക്കും. ദക്ഷിണേന്ത്യയിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഓണത്തിന് നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ഇനി കൂടുതൽ സുഖകരമായി യാത്ര ചെയ്യാം. അതിനിടെ എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ പുതിയൊരു വന്ദേ ഭാരത് ആരംഭിക്കണമെന്ന നിർദ്ദേശത്തിന് ദൂരക്കുറവ് കാരണം കാട്ടി റെയിൽവേ ബോർഡ് തടസ്സമുന്നയിച്ചിരുന്നു. ഈ സർവീസ് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കാതെ നാഗർകോവിൽ, മധുര വഴി ചെന്നൈ വരെ ദീർഘിപ്പിച്ചാൽ യാത്രാസമയം കാര്യക്ഷമമായി ഉപയോഗിക്കാമെന്ന് യാത്രക്കാരുടെ സംഘടനകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യവും ശക്തമായി തുടരുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് MP-മാർ കത്തും നൽകിയിട്ടുണ്ട്. ഇതുവഴി മലബാർ മേഖലയിലുള്ളവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് മംഗളൂരുവിലേക്കും ഗോവയിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കും. ദീർഘദൂര രാത്രി യാത്രകൾക്കായി നിർമ്മിച്ച അത്യാധുനിക വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ആദ്യ ബാച്ചുകൾ ബംഗളൂരു ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പരീക്ഷണയോട്ടത്തിന് എത്തും. ബംഗളൂരു, മുംബൈ തുടങ്ങിയ പ്രധാന റൂട്ടുകളിലാണ് ആദ്യഘട്ടത്തിൽ സ്ലീപ്പർ പതിപ്പുകൾ ഇറങ്ങുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.